എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തെറ്റെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയുടെ അഗെയിൻസ്റ്റ് ഞാൻ പോയി നിന്നു. ഇവളെ ഞാൻ സത്യം പറഞ്ഞ കണ്ണടച്ച് വിശ്വസിച്ചു. ഇവൾ ഈ ഷോയിൽ പോയി ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ജാസ്മിന് ഷോയിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഫ്സൽ അമീറിനെ ശരിക്കും നാണം കെടുത്തി. ഒരിക്കലും തന്റെ പേര് അവിടെ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ പോയിട്ടുള്ളത്. ഈ ജാസ്മിൻ പോണതിന് മുന്നേ തന്നെ ഒരു ചെറിയ പരിപാടി ചെയ്ത് വെച്ചിട്ട് പോയത്. എന്താ വെച്ചാലേ ഇവർ തമ്മിലുള്ള ഈ റിലേഷൻ വെറും 7 മാസത്തെ ബന്ധമുള്ളൂ, പക്ഷെ 1.5 വർഷത്തെ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ ലൈവിലൂടെ നമ്മൾ അഫ്സൽ അമീർ പൊളിച്ചടക്കിയിട്ടുണ്ട്. അങ്ങനെ വെറും 7 മാസത്തെ ബന്ധമുള്ളൂ എന്നൊക്കെ, പക്ഷെ 7 മാസത്തിൽ നല്ല ഡീപ്പ് പ്രണയമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഒരിക്കലും ഈ ബിഗ് ബോസിലെ ഗബ്രി പറഞ്ഞ പോലെ അതിർവരമ്പും മറ്റേ സാധനമൊന്നുമില്ല, നല്ല ഡീപ്പ് പ്രണയമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. തന്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെ എല്ലാവരും വെറുപ്പിച്ചുകൊണ്ടാണ് അഫ്സൽ അമീർ എന്ന് പറയുന്ന പയ്യൻ ഈ ജാസ്മിൻ വിവാഹം കഴിക്കാൻ തയ്യാറായത്. അങ്ങനെ ജാസ്മിന്റെ നിരന്തരമായിട്ടുള്ള ഒരു പുഷിങ് ഉണ്ടാവുമല്ലോ, അതായത് ഈ ഒരു പരിപാടിയിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് നമുക്ക് എൻഗേജ്മെന്റ് കഴിച്ചിടണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ട് എൻഗേജ്മെന്റ് നടത്തി. അതിന് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എൻഗേജ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ എന്റെ വീട്ടുകാർ എന്നെ വേറെ കല്യാണം കഴിപ്പിക്കാൻ സാധ്യതയുണ്ട്, വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഇവരുടെ പ്രണയം, അങ്ങനെ അതൊക്കെ പറഞ്ഞ് നിർബന്ധിപ്പിച്ചിട്ടാണ് അത്ര ഇങ്ങനെ എൻഗേജ്മെന്റിലേക്കൊക്കെ പോയത്. തന്റെ വീട്ടുകാർക്കൊക്കെ ദേഷ്യമായിരുന്നു ജാസ്മിനായിട്ടുള്ള ഈ ഒരു ബന്ധം. കാരണം ജാസ്മിന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരിപാടികളൊക്കെ നടത്തുന്നതൊന്നും ഈ പയ്യനെ വലിയ ധാരണ ആയിരുന്നില്ല. പിന്നീടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ വീട്ടുകാർക്ക് അതൊന്നും ഇഷ്ടമായിരുന്നില്ല. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ പോയതിന് ശേഷം ഈ പറയുന്ന ജാസ്മിന് ഒരുപാട് നുണകൾ പറഞ്ഞു എന്ന് ഇപ്പൊ അഫ്സൽ പറയുകയാണ്. കൂടാതെ മുന്ന എന്ന് പറയുന്ന മുൻ കാമുകനെ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ ജാസ്മിൻ പറഞ്ഞത് എന്താണെന്നറിയോ? മുന്ന ഭയങ്കര കർക്കശക്കാരനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല, ഭയങ്കര പ്രശ്നമായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് കേൾക്കുക എന്തായാലും. ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ 1.5 വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത്. 1.5 വർഷം പോലും ആയിട്ടില്ല, 1 വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ആക്ച്വലി അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ്. അസ്ലാം മാർലിയുടെ കല്യാണത്തിന്റെ അന്നത്തെ ഒരു വീഡിയോ ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ആളുകൾ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അഫ്സലും ഈ പറയുന്ന ജാസ്മിനും തമ്മിൽ അവിടെ മുതൽ പ്രണയത്തിലാണ് എന്നാണ് ഇപ്പൊ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കിയത്. പക്ഷെ ഇത് ഈ പയ്യൻ തന്നെ പുറത്ത് വന്ന് പറയുകയാണ്, അതായത് അന്നാണ് ആദ്യമായി അവർ കാണുന്നത്, ആദ്യമായി പരിചയപ്പെടുന്ന അവിടെ നിന്നാണ്. അവിടെ നിന്ന് മുന്ന എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. മുന്ന ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, പക്ഷെ മുന്ന ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ നാണം കെടുന്ന രീതിയിൽ ബിൽഡപ്പ് കൊടുത്തു എന്ന് പറയുന്നത്. ഒരാളെ നല്ലത് പറയാനും ചീത്തത് പറയാനും ഒരേ നാക്ക് ഉപയോഗിക്കരുത്. ജാസ്മിന്റെ സ്വഭാവം ഏകദേശം നമ്മൾ ഈ ഒരു ബിഗ് ബോസ് കണ്ടപ്പോൾ മനസ്സിലായി. ഒരിക്കലും അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്നൊന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് അത് എത്രത്തോളം എങ്ങനെയാണ് എന്ന് മനസ്സിലാവാന് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിന്നാൽ മനസ്സിലാവും. മൊബൈൽ ഫോൺ പോലും ഇല്ല, വേറെ ഒരു പരിചയമില്ലാത്ത ആളുകളായിട്ട് ബന്ധം, അല്ലെങ്കിൽ അവിടെ നിന്നാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റൂമിലകത്ത് ഒറ്റയ്ക്ക് ഒരു ദിവസം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാ ആറ്റിറ്റ്യൂഡും പുറത്തു വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥ. ഇതൊരു കുക്കറിന്റെ ഉള്ളിൽ വെച്ചൊരു അവസ്ഥയാണ്, ഭയങ്കര പ്രഷറാവും, പ്രഷർ കുക്കർ പോലെയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അന്ന് അസ്ലാം മാലിയുടെ കല്യാണത്തിന്റെ അന്നാണ് ഇവർ പരിചയപ്പെടുന്നത്. 1.5 വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് എന്ന് പറയുന്ന ജാസ്മിൻ നുണ പറഞ്ഞു എന്ന് പറയുന്നത് 7 മാസത്തെ മാത്രം പരിചയമുള്ളൂ. പക്ഷെ 7 മാസം നല്ല ഡീപ്പായിട്ട് പ്രണയിച്ചിട്ടുണ്ട് അദ്ദേഹം, അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയൊക്കെ അവഗണിച്ചുകൊണ്ട്. അപ്പൊ മുന്നേ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇവർ പറയുന്നത്. മുന്ന ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ, ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്, വളരെയധികം എന്താ പറയുക, എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേ ചെയ്ത മുന്ന എന്ന് പറയുന്നത് അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും, ഇപ്പം ഞാനായാലും അസ്ലായാലും ഗംഗയായാലും ഹീദി ആയാലും നമുക്ക് വളരെ സിമ്പതി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ അത്രയും. ഇപ്പം ഞാൻ ഈ പലപ്പോഴും ജാസ്മിൻ പറയുന്നത് അങ്ങനെയാണ് മുന്നേ അങ്ങനെയാണ്, പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചിട്ട് മുന്നേ വളരെ ഡിഫറെൻ്റ് ആണ്. മുന്നേ ആദ്യം തന്നെ ഇവർ ഈ അസ്ലാം മാലിയുടെ കല്യാണത്തിന് അന്ന് വന്ന് പരിചയപ്പെട്ട അഫ്സലിനോടൊക്കെ ഭയങ്കര ചൂടനാണ്, ഒരു വൃത്തികെട്ട സ്വഭാവമാണെന്ന രീതിയിൽ അത്ര പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ ഒരു പരിചയമില്ലാത്ത അഫ്സലിന്റെ അടുത്തൊക്കെ പോയിട്ട് ഈ ഒരു രീതിയിൽ തന്റെ കാമുകനെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ എന്താ അവസ്ഥ ആലോചിച്ച് നോക്ക്. അതായത് ആ പെൺകുട്ടിക്ക് എന്തിന്റെയൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് തോന്നണം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കാനൊരു സാധ്യതയില്ല. മുന്നേ പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഒരു പാവം പയ്യനെ, നല്ല ഡീപ്പിലി പ്രണയിച്ചിരുന്ന ഒരു പയ്യനെ ചതിച്ചുകൊണ്ട് അഫ്സലിനെ പ്രണയിച്ചു എന്ന് പറഞ്ഞു. അഫ്സലിനെ പ്രണയിക്കാൻ എന്താ കാരണം വെച്ചാൽ മുന്നയുമായിട്ടൊരു ബ്രേക്കപ്പ് ഉണ്ടാവുമ്പോൾ അഫ്സലുമായിട്ടൊരു കോണ്ടാക്ട് ഈ അഫ്സലയുടെ കല്യാണത്തിന്റെ അന്ന് മുതലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഇടക്കിടക്ക് കോൾ ചെയ്യാറുണ്ട്. അങ്ങനെ ആ കോളിങ് ഭയങ്കര ഡീപ്പായപ്പോ പിന്നെ പ്രണയത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്.
അങ്ങനെ ഇവര് ഭയങ്കര സൗഹൃദമായിരുന്നു. ഈ അഫ്സലയുടെ കല്യാണം കഴിഞ്ഞ് സൗഹൃദമായിരുന്നു. പിന്നെ അവിടുന്ന് പെട്ടെന്ന് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴത്തേനും പ്രണയമായി. മുന്നയുമായിട്ട് ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നപ്പോ സ്വാഭാവികമായിട്ടും ഇവരൊരു നല്ല ഒരു പ്രണയമായിരുന്നു എന്നാണ് അഫ്സൽ പറയുന്നത്. അതിനാണ് അതായത് നമ്മൾ അത്ര സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ ചതിച്ച എന്താ അവസ്ഥ? നമ്മളെ ഭയങ്കര ഡീപ്പായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുക. ഈ മുന്നേ ഇവരുന്ന് ഭയങ്കര പ്രണയ. ഈ സമയത്ത് അഫ്സലുമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ വർത്താനം പറയുന്നു, കോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞത് കൊണ്ട് മുന്നേ ഇടപെടലുകൾ നടത്തുന്നു. അങ്ങനെ മുന്നേ ഒരു ബഹളം വെച്ചിട്ടാണ് ഈ കല്യാണം മുടങ്ങുന്നത്. അപ്പൊ അവിടെ നിന്ന് തന്നെ ജാസ്മിൻ ഫസ്റ്റ് ചതി നടന്നു. രണ്ടാമത്തെ ചതി പാവ പയ്യന് അഫ്സലിന് കിട്ടി. അഫ്സലിന് കിട്ടിയ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേരൊരിക്കലും പരിപാടിയിൽ പറയരുതെന്ന് പറഞ്ഞു ആദ്യ ദിവസം തന്നെ, അല്ലെങ്കിൽ ആദ്യ ആഴ്ചയിൽ തന്നെ അത് പുറത്തേക്ക് പറയുന്നു. ശരിക്കും നാട്ടിലുള്ള മുഴുവൻ ആളുകളും, കേരളത്തിലുള്ള മുഴുവൻ ആളുകളും അഫ്സലിന്റെ പ്രൊഫൈൽ കയറി നിരങ്ങുന്നില്ല ഇപ്പൊ തന്നെ അവസ്ഥ. ഇനിയിപ്പോ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനും നമ്മളെ ജാസ്മിന്റെ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് എന്തെങ്കിലും പറയും. ഓക്കെ, ഇപ്പോ നമ്മുടെ ജാസ്മിന്റെ ഉപ്പ പോയിട്ട് കേസ് കൊടുക്കാൻ പോകും. എന്തിനാ? ജാസ്മിനെ ചോരെന്ന് പറയുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു പയ്യൻ പറഞ്ഞ കാര്യം അത് ജനങ്ങൾ അറിയണം, അത് അറിഞ്ഞേ നോക്കൂ. അതിനുവേണ്ടി എല്ലാവരും ഷെയറും ചെയ്യുന്നുണ്ട്. രാവിലെ ഇട്ട വീഡിയോ ആണ്, പരമാവധി ആളുകളിലേക്ക് എത്തി. ഒരു സത്യം മനസ്സിലാക്കണം, ഈ ഒരു പയ്യന്റെ ഫാമിലിക്ക് ചീത്തപ്പേര്, കൂട്ടുകാർക്ക് ചീത്തപ്പേര്, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഒരാള്. അപ്പൊ പിന്നെ ആ ഒരു സത്യാവസ്ഥ ഈ പയ്യനെ തുറന്നു പറഞ്ഞല്ലേ ഒക്കുള്ളൂ. അത് തുറന്നു പറയുന്നു, അതിനിപ്പോ എന്താ പ്രശ്നം? എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ എന്നെ നല്ലോണം യൂസ് ചെയ്തു, നല്ല വൃത്തിക്ക് യൂസ് ചെയ്തു. എന്നെ കൊണ്ട് എത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ആ പെണ്ണിനെ അങ്ങനെ വിശ്വസിച്ചു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു, എല്ലാം ഞാൻ ചെയ്തു. എന്നെ കൊണ്ട് പറ്റിയുള്ള ഷോ പോകുന്ന മുമ്പുള്ള കാര്യങ്ങളൊക്കെ എത്രയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ തോന്നുന്നു ഇവളുടെ പെരുമാറ്റം, സംസാരം, രീതി എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു 7 മാസം വെറുതെ നാടകം ആയിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ എനിക്കല്ല, എല്ലാവർക്കും തോന്നുന്ന സംഭവം തന്നെയാണ്. 7 മാസം ഭയങ്കര പ്രണയമായിരുന്നു. ബിഗ് ബോസിലേക്ക് പോകുന്ന തലേ ദിവസം ആ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പോലും ഈ പയ്യൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്ര ഡീപ്പായിട്ടുള്ള ഒരു പ്രണയമായിരുന്നു അവിടെ. അതിന് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ചില സ്ത്രീകൾ അങ്ങനെയാണ് അല്ലെ, അത് അങ്ങനെ കാണിക്കൂ. ഇപ്പൊ ഈ പറയുന്ന പയ്യല്ലേ നമ്മൾ അമീർ, ഈ അമീറിന്റെ ചെറിയൊരു ഫേസ് കട്ട് നമ്മുടെ ഇവനുണ്ട്, ഗബ്രിക്കുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. സ്വാഭാവികമായിട്ട് അകത്ത് ചെന്നപ്പോ അമീറിന്റെ ഒരു കട്ടുണ്ട്, ഒരു ഫേസ് കട്ട് ഉണ്ട്. അപ്പൊ പിന്നെ അവന്റെ കൂടാണ് ചായം എന്ന് വിചാരിച്ച് ചായഞ്ഞതാവാനാണ് സാധ്യത അല്ലെ. എനിക്ക് തോന്നിയത് അങ്ങനെ കേട്ടോ. കാരണം ഇവരെ ഫോട്ടോസ് ഒക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു ഫേസ് കട്ടാ. അങ്ങനെ തുടങ്ങിയതാണ് സംഭവം. അങ്ങനെ തുടങ്ങി ഈ അഫ്സൽ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഒരു ലൈവിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അതിർവരമ്പുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവര് വെറു ഫോണിൽ കോൾ ചെയ്തിട്ടുള്ള ഒരു ബന്ധമാണ്. അത് പതുക്കെ പതുക്കെ പ്രണയത്തിലേക്ക് മാറിയതാണ്. ഒരുമിച്ച് യാത്രകൾ, ഇതിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ബിഗ് ബോസിൽ നടന്നത് പോലത്തെ കാര്യങ്ങൾ പോലും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിക്കും ആലോചിച്ച ഇത് പൂർണ്ണമായിട്ടും ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്നുണ്ടെങ്കിൽ മനോവികാരങ്ങൾ അങ്ങനെയാണ്, ചില സമയങ്ങളിൽ നമ്മുടെ കൈകളിൽ ഒതുങ്ങില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മുന്നേ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അഫ്സലിനെ വിളിക്കുന്നത്. അഫ്സലിനോട് ഈ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ എന്ത് പറയുന്നു, ഒരു എൻഗേജ്മെന്റ് നടത്തണം എന്ന് പറയുന്നു. കാരണം അതിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് വീട്ടുകാർ ചിലപ്പോ വേറെ കല്യാണക്കാരി നടത്തുമെന്ന് പറയുന്നു. തന്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ചുകൊണ്ട് ആ അമീർ എന്ന പയ്യൻ ഇവളെ സ്വീകരിക്കാൻ തയ്യാറായി. അതിന്റെ ഇടയിൽ ബിഗ് ബോസിലേക്ക് ചെല്ലുന്നു. ഒരുപാട് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്ത്, റൂൾസ് ഇവർ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിട്ട് കുത്തി മറഞ്ഞു. അതാണ് എൻ്റെ ബന്ധം ജാസ്മിനായിട്ട് തീർന്നു. എനിക്കില്ല ഇനി ആ ബന്ധം. ആ കുട്ടിയുടെ ലൈഫ്, എനിക്ക് എൻ്റെ ലൈഫ്, അത്രയേ ഉള്ളൂ. ഇനി ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്കിത് പറ്റില്ല ഇനി. ഇതിപ്പം ഇപ്പോഴേ അല്ല. ഇപ്പം ജാസ്മിൻ അസ്ല കോൺട്രവേഴ്സി, അവിടെയും എന്തായിരുന്നു ഞാൻ എൻ്റെ അവളെ എനിക്ക് തോന്നുന്നു അസ്ല എന്നെ മാക്സിമം ഇതിൽ നിന്നും പിന്തിരിക്കാൻ നോക്കി. ഞാൻ ആ സമയത്ത് കേട്ടില്ല. എനിക്ക് ജാസ്മിനാണ് വലുത്, എനിക്ക് അവൾ പറയുന്നതാണ് ശരി, അവൾ പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്തൊരു വ്യക്തി എന്നെ ചതിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു വിഷമമുണ്ട്. അത് നിങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെക്കൻ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. കാരണം കൂട്ടുകാരും കുടുംബക്കാരും എല്ലാവരെയും മുന്നിൽ നാണം കെട്ട് നാറാണക്കല്ലെടുത്ത്. ഇനി എന്താണ് ജാഫർക്ക പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടാ. കാരണം അയാള് ഇത് അഫ്സൽ തന്നതാണെന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞുകൊണ്ടൊരു ടെഡി ബീർ അടക്കം അവിടെ കൊണ്ടുകൊടുത്തു. ആ പെൺകുട്ടി ഇനി പുറത്തിറങ്ങുമ്പോഴും കാര്യങ്ങൾ മനസ്സിലാവുക. കാരണം അവരൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പോലെ അവർ മനസ്സിലാവില്ല. അത് ഒരു പ്രത്യേക തരം ഒരു ഭയങ്കര ഏരിയയാണ്, ഒരു സ്ഥലം. ആ സ്ഥലത്തിൽ പെട്ടാലേ മനസ്സിലാവുള്ളൂ. പല ആളുകളും പറയാറുണ്ടല്ലോ, അതിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പ്ലാൻ ചെയ്യണ പോലെ ഒന്നല്ല, പ്രഷർ കുക്കറിന്റെ അകത്ത് ഇരിക്കുന്നത് പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത്. അതാണ് അവസ്ഥ. എന്തായാലും പയ്യൻ
തടി തപ്പി ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു. ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും പാലിക്കാം. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും വീഡിയോ ചെയ്തത്. കാരണം ഒരു പയ്യന്റെ ലൈഫും കൂടി അവിടെ പോകുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ലൈഫ് പോകുന്നത് പോലെ തന്നെ ഒരു പുരുഷന്റെ ലൈഫ് പോകുമ്പോഴും നമ്മളത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകളല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് പറയാണ്, ജാസ്മിൻ ശരിക്ക് അഫ്സൽ അമീറിനെ ചതിച്ചു. മുന്ന എന്ന പയ്യനും ചതിച്ചിട്ടുണ്ട്. ഇനി ബിഗ് ബോസിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഒരു പക്ഷേ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാവുക. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ദിസ് ഇസ് സന്ദീപ് അടപ്പാൾ സൈനിങ് ഓഫ്.